വേവ്. അതാ ഞാൻ പറഞ്ഞേ, രണ്ടെണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേവ് വേവ്. ഡാൻസ് ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെട്ടു പോകും. ക്ലൈമാക്സ് കൊണ്ട് പൊളിച്ചു. ഇത്രയും നല്ലൊരു ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള സിനിമ പ്രസന്റ് ചെയ്ത ലിജോ സാറിന് നന്ദി. മസ്റ്റ് വാച്ച്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. 90s തിരിച്ചു പോയ പോലെ ഭയങ്കര ഫ്രഷ് എക്സ്പീരിയൻസ് ആണ്. രാഷ്ട്രീയം പറയുന്നുണ്ട് എന്ന് പറയുന്നത് പിള്ളേരൊക്കെ കാലയ്ക്കും പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു സിബിയുടെ. ഞാൻ ഇറങ്ങി വന്നിട്ട് ഏറ്റവും ആദ്യം കൺഗ്രാജുലേറ്റ് ചെയ്തതും സിബിനെയാണ്. LJPയുടെ കുട്ടികളാണ് ഇപ്പൊ നിങ്ങള്. അതെ അതെ, ഭയങ്കര ഇഷ്ടമാണ് മൈക്കിളെ. മൈക്കിൾ ജാക്സൺ എന്ന് പറയുമ്പോൾ എന്റെ രക്തത്തിൽ വരുന്ന ഒരു ഫീൽ. ആദ്യത്തെ സിനിമയാണ്. നൈസ് മൂവി തന്നെയായിരുന്നു. പിടിച്ചിരുത്തി നിന്ന് നല്ല ആ ഒരു 90s കിഡ്സ് ബേസിലുള്ള ഒരു എൻ്റെ ഒരു ജനറേഷൻ പിടിച്ചിരുന്നുള്ള മൂവി തന്നെയായിരുന്നു. നല്ല പടമായിരുന്നു. ഗംഭീര സിനിമയാണ്. ഭയങ്കര തിയേറ്ററിക്കലി എല്ലാവരും കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് മൂൺ വാക്ക്. സോ എല്ലാവർക്കും ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ലൈറ്റ് 80s 90s നമ്മുടെ ഒരു ചൈൽഡ്ഹുഡിന്റെ ഒക്കെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്തു. എല്ലാം ടോട്ടലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടികളൊക്കെ വളരെ സെറ്റ് അടിപൊളിയാണ്. ഡാൻസ് ആണെങ്കിലും അഭിനയമാണൊക്കെ അവർ പൊളിച്ചു. അടിപൊളി സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. റിയലി വെൽ ടേക്കൺ. പിള്ളേർ അടിപൊളി, ഡാൻസ് അടിപൊളി, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. നൊസ്റ്റാൾജിയൊക്കെ പോയോ? ആബ്സല്യൂട്ട്ലി. മൂൺ വാക്കേഴ്സ് വളരെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ട മൂവിയാണ്. ഭയങ്കര ഫ്രഷ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന പുതുമുഖങ്ങൾ എല്ലാവരും സിനിമ കഴിയുമ്പോൾ ഇവരുടെയൊക്കെ മുഖം നമ്മുടെ മനസ്സിലുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വിനോദ് എന്ന് പറയുന്ന പുതിയ ഡയറക്ടറുടെ ഒരു വരവ് കൃത്യമായിട്ട് സിനിമയിൽ കാണാറുണ്ട്. ഗംഭീര മേക്കിംഗ് ആണ്. പിന്നെ നന്നായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ കാണേണ്ട സിനിമയാണ്. നന്നായിട്ട് പുതിയ ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിച്ചു. നന്നായിട്ട് ഡാൻസ് കൊറിയോഗ്രഫി ചെയ്യിപ്പിച്ചു. നല്ല എനിക്കിതുവരെ ഇതിനൊരു മുമ്പൊരു പ്രോട്ടോകോൾ ഇല്ല ഇങ്ങനൊരു സിനിമ കണ്ടതായിട്ട് മലയാളത്തിൽ. ഇത്രയും രസമായിട്ട് ഡാൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഒരു വിഷയം പറയുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു രാഷ്ട്രീയം പറയുന്നുണ്ട് എന്ന് പറയുന്ന അതങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു ആർട്ട് ഫോമിൽ കൂടെ പറയാതെ ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള പോലെ നമ്മൾ പറയുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വിനോദ് എന്ന് പറയുന്ന സംവിധായകൻ ബുദ്ധിപൂർവ്വം വെച്ച് നമുക്ക് കാണാനൊരു അവസരം കിട്ടിയില്ല. ഡാൻസിനപ്പുറം ഒരു ഡാൻസ് ശരിയാണ്. ഇപ്പം എൻ്റെ പോലത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അടിപൊളി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. എൻ്റെ ക്ലൈമാക്സ് നിങ്ങൾ കണ്ടല്ലേ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് പുതിയ 100-110ഓളം പുതിയ ആളുകൾ ഇൻഡസ്ട്രിയിലോട്ട് വരുവാണ്. എല്ലാ തിയേറ്ററിൽ വന്ന് സപ്പോർട്ട് ചെയ്യുക. മഴയാണ്, കാലാവസ്ഥ, സ്കൂൾ തുറക്കുന്നത്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. എന്നാലും സിനിമ ഇഷ്ടപ്പെടുന്നവർ, സിനിമയെ സ്നേഹിക്കുന്നവർ ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഉറപ്പായിട്ട് നിങ്ങൾ നിരാശപ്പെടുത്തില്ല, ഉറപ്പാണ്. നല്ല സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒത്തിരി ഇമോഷണലി കണക്റ്റ് ആയേക്കുന്ന ഒരു മൂവി കൂടാണ്. എല്ലാവരുടെയും ആദ്യത്തെ സിനിമയാണ്. സന്തോഷമുണ്ട്. ഇത് ഇത്രയും നാളും കിട്ടിയത് നമ്മൾ ഇത് ഇറങ്ങാൻ വേണ്ടി ഇതൊന്ന് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ. പിന്നെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ അവസാന സീൻ സെക്കൻഡ് ഹാഫിന്റെ അങ്ങോട്ട് മൊത്തത്തിൽ കണ്ണ് നിറയുന്നതാണ്. അധ്വാനിച്ചതല്ലേ, അപ്പൊ അതിൻ്റെതായിട്ട് നമ്മുടെ റിസൾട്ട് കാണുമ്പോൾ ഒരു വിഷമം, സന്തോഷത്തിന്റെ ഡാൻസിന്റെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരുടെ ലൈഫിൽ ഈ പറയും പോലെ പഴയ ആൾക്കാർക്ക് കുറച്ചും കൂടെ കണക്ട് ആവാൻ വേണ്ടി പറ്റും. പുതിയ ആൾക്കാർക്കായാലും ഡാൻസ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാടായിട്ട് കണക്ട് ആവും. ഇപ്പൊ എല്ലാവരും ഡാൻസേഴ്സ് ആണ്. ഇപ്പൊ നിലവിൽ അല്ലല്ല, ഈ കുറെ ചെറുപ്പക്കാർ, ഇതേപോലത്തെ കുറെ ചെറുപ്പക്കാർ മുന്നേ ഉണ്ടായിരുന്നെന്ന് എല്ലാവർക്കും മനസ്സിലാവും. It's been a hell of an experience working on it. We put in a lot of hard work, blood, sweat and tears literally. കാണുമ്പോൾ അറിയാം, everybody's in tears. എല്ലാരെയും കരയിപ്പിച്ച് കളഞ്ഞല്ലേ. എങ്ങനെ ഉണ്ടായി ഇതിൽ എല്ലാവരുടെയും കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? LJPയുടെ അതെ അതെ, അത് തന്നെയാണ് എനിക്കും വലിയൊരു സന്തോഷമാണ്. ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ ബാക്കിൽ. ഞാൻ ഒരുപാട് മൈക്കിൾ ജാക്സന്റെ ഫാനാണ്. ഞാൻ മൈക്കിൾ ജാക്സന്റെ ഫിഗർ ചെയ്യുന്ന ഒരു കേരളത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കത് വളരെ എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുമ്പോൾ എൻ്റെ രക്തത്തിൽ വരുന്ന ഒരു ഫീലാണ്, അലിഞ്ഞു ചേർന്നിട്ടുള്ള ഫീലാണ്. സോ എനിക്കത് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ ചെയ്തത്. അത്രയ്ക്കും, കാരണം മൈക്കിൾ ജാക്സൺ അത് എൻ്റെ ഇതാണ്. പക്ഷെ മറ്റുള്ള ഡാൻസുകൾ ചെയ്യുമ്പോഴാണ് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ബുദ്ധിമുട്ടെന്നല്ല, നമുക്കത് സ്ട്രെയിൻ ആയിട്ട് തോന്നും, കാരണം അത് അറിയില്ലല്ലോ. അപ്പോൾ അത് ചെയ്തപ്പോൾ കുറച്ച് പേർ, പക്ഷെ എന്നാലും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. ഞാൻ കാരണം എൻ്റെ സ്ക്രീൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം വന്നു. അപ്പോൾ എല്ലാവരും കാണും. ഓക്കെ, താങ്ക് യു. നിങ്ങളെയൊക്കെ സെലക്ട് ചെയ്തത് എങ്ങനെയാ?
അല്ല ആക്ച്വലി പുള്ളിയല്ല സെലക്ട് ചെയ്യാൻ നമ്മളെ AK വിനോദ് സാർ ഡയറക്ടർ സാർ ഉണ്ടായിരുന്നു. പുള്ളി വഴിയാണ് നമ്മളെല്ലാവരും ഈ പടത്തിലോട്ട് എത്തിയത്. പിന്നെ ഈ പടം കുറച്ച് ബിൽഡായതിനു ശേഷമാണ് പുള്ളി നമ്മളുമായിട്ട് കണക്ട് ആവണതും ബാക്കി കാര്യങ്ങളെല്ലാം. ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ ലിജോ ജോസ് പെല്ലിശ്ശേരി സാർ? എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ മാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഇത്രയും യങ്സ്റ്റേഴ്സ് ഒരു പുതിയ പടം ചെയ്യുമ്പോൾ അതായത് ലിജോ സാറിനെ പോലെയും ഡിസിൻ സാറിനെ പോലെ ഒരു ടീം അവർ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഹാർഡ് വർക്കിന് ഒരു റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് എല്ലാവരുടെ കൂടെ? ഭയങ്കര എക്സ്പീരിയൻസ്. ആസ് എ ഡാൻസർ ആയിട്ടാണ് ഞാൻ ഇതിൽ വരുന്നത്. കോൺഫ്ലിക്ട്സിൽ മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ളത്. പക്ഷേ മൂൺ വാക്കേഴ്സിന്റെ സ്റ്റോറിയാണ്. അതിൽ എൻ്റെ ഭാഗം ഞാൻ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി നിങ്ങളാണ് പറയേണ്ടത്. പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഫുൾ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നല്ലൊരു ചിയറും ഭയങ്കര സന്തോഷം, എല്ലാവരുടെയും വേറൊരു വൈബാണ് കിട്ടിയത്. ഞാൻ ഈ പടം മൊത്തം കണ്ടിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ഡബിങ്ങിൻ്റെ പോർഷൻ അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ എന്നെ ഭയങ്കര സന്തോഷിപ്പിച്ചു. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിപ്പോയി പടം കണ്ടു കഴിഞ്ഞിട്ട്. പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ ഇത്രയും ഒരു ബാങ്ക് ആയിട്ട് ഇറങ്ങും.